ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തിയായ ഗഡ്ചിറോളിയിൽ 12 മാവോയിസ്റ്റുകളെ പോലീസ് വധിച്ചു. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. AK-47 അടക്കം ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഈ ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത്. മാവോയിസ്റ്റുകൾ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്ന് രഹസ്യ വിവരം മഹാരാഷ്ട്ര പോലീസിന് കിട്ടിയിരിക്കുന്നു. മാവോയിസ്റ്റ് വേട്ടയ്ക്കായി നിയോഗിച്ചിട്ടുള്ള C-60 കമാൻഡോസ് ഈ വിവരം അനുസരിച്ച് 10 മണിയോടെ ഈ മേഖലയിലേക്ക് എത്തുന്നു. ഇത് ഗഡ്ചിറോളി ജില്ലയിലെ ഛത്തീസ്ഗഡ് ബോർഡറിനോട് അതിർത്തിയോട് ചേർന്നുള്ള വണ്ടോളി എന്നൊരു ഗ്രാമമാണ്. ഇവിടെ 12 മുതൽ 15 വരെ മാവോയിസ്റ്റുകൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നതായിരുന്നു വിവരം. ഈ തെരച്ചിലിനിടെ മാവോയിസ്റ്റുകൾ തിരിച്ചടിച്ചു. വലിയ തോതിൽ ഏറ്റുമുട്ടൽ നടന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. 12 മാവോയിസ്റ്റുകളെ വധിച്ചു. കൂടുതൽ പേർക്ക് വെടിയേറ്റിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ മേഖലയിൽ പോലീസിന്റെ ഇപ്പോഴും തെരച്ചിൽ, ഈ മാവോയിസ്റ്റ് വിരുദ്ധ സേനയുടെ തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏറ്റുമുട്ടലിനിടെ 2 പോലീസുകാർക്ക് വെടിയേറ്റ് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ നില ഒരല്പം ഗുരുതരമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. AK-47 അടക്കം തോക്കുകൾ, വലിയ ആയുധങ്ങൾ ഈ മേഖലയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വിവരം. ഇതേക്കുറിച്ചുള്ള ഒരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ നാളെ രാവിലെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ കൂടുതൽ വ്യക്തത പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകും. ഏതായാലും 12 മാവോയിസ്റ്റുകളെ വധിച്ചു. ഇവരിൽ നിന്ന് വലിയ തോതിൽ ആയുധങ്ങൾ കൂടി കണ്ടെത്താൻ കഴിഞ്ഞു. ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്കായി നിയോഗിക്കപ്പെട്ട C-60 കമാൻഡോസ് സമീപകാലത്ത് നടത്തിയ ഒരു വലിയൊരു ഓപ്പറേഷനാണ് ഇന്ന് ഏതാണ്ട് 6 മണിക്കൂറോളം ഈ മേഖലയിൽ നീണ്ടുനിന്നത്. മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ ഗഡ്ചിറോളിയിലാണ് 12 മാവോയിസ്റ്റുകളെ പോലീസ് വധിച്ചത്. ഏറ്റുമുട്ടലിൽ പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുകയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്.